അപ്പൊ എന്തിനും ഒരുപാട് പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അധിക്ഷേപിക്കുക. സാധാരണഗതിയിലുണ്ട്. ഇപ്പൊ LDFന്റെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, അയാളെ പറ്റി നമ്മൾ കുറെ പറയാം. ഞാനൊന്നും പറഞ്ഞില്ല. അയാളെ വല്ലതും പറഞ്ഞു LDFന്റെ സ്ഥാനാർത്ഥിയെ പറ്റി? എൻ്റെ സുഹൃത്താണ് അസംബ്ലിയിൽ നേരത്തെ ഉണ്ടായിരുന്നത് MLA. നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. CPM ആണെങ്കിൽ എന്തൊക്കെ പറയും, എന്തൊക്കെ മോശമായിട്ട് പറയും. ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പറ്റി വല്ലതും, ഞങ്ങളൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു മത്സരം, ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങളവിടെ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയമായ മത്സരമാണ്. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരായി ഉള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ ഉള്ളൊരു അവസരം കൂടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്ന കാര്യമൊക്കെ എല്ലാവരെയും അറിയിക്കുക. അവർ പറയണ നിങ്ങൾ ഈ സർക്കാരിൻ്റെ സാധനമൊക്കെ എത്തിച്ചല്ല വാർഷികത്തിൽ, അതുപോലെ ഞങ്ങൾ പറയണത് നിങ്ങളിന്ന് എല്ലാവരും എത്തിക്കുക. ബാക്കിയുള്ള സ്ഥലത്ത് നിലമ്പൂർ മാത്രമല്ല, നിലമ്പൂർ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ സംഗ്രഹിക്കുക. ഇപ്പോഴത്തെ വോട്ട് കണക്ക് നോക്കിയാൽ തന്നെ ഇപ്പോഴത്തെ UDF സംവിധാനത്തിന് തന്നെ കംഫർട്ടബിൾ മെജോറിറ്റിയിലൂടെ ജയിക്കാനുള്ള മികവുണ്ട്. പിന്നെ വേറെ പുറത്തുനിന്നുള്ള അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊക്കെ നിങ്ങളുടെ നിഗമനങ്ങളാണ്. എൻ്റെ അങ്ങനെയൊന്നും കിട്ടില്ല മോനെ. ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി ഉണ്ടാക്കിയിട്ട് എന്നോട് ചോദിക്കുകയാണ്, ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറയും ഞങ്ങൾ വക്കീലന്മാർ പറയണം, ലീഡിങ് ക്വസ്റ്റ്യൻ. അത് ഈ കക്ഷി ഈ എന്താണ് നമ്മൾ ഇത് ചെയ്യുമല്ലോ, തെളിവെടുക്കാൻ ഇയാളെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ക്രോസ് ചെയ്യണ വക്കീൽ ചോദിക്കുന്ന ലീഡിങ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ആ പാവം ഉണ്ടെന്നോ ഇല്ലെന്ന് പറയും. ആ കൂട്ടിൽ നിൽക്കണ ആളല്ല, ഞാൻ ആ കൂട്ടിൽ നിൽക്കണ ആളല്ല. എനിക്ക് ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മനസ്സിലാവും. ഉണ്ടെന്നും ഇല്ലെന്നും പറയാം, രണ്ട് പറഞ്ഞാൽ പെട്ടുപോണ ചോദ്യമാണ്. അയ്യേ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഒന്നും കൂടി ഈ 2 സെന്റൻസ് എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും വിശകലനം നടത്തുന്നുണ്ട്. ഇന്ന് ഭയങ്കര രസമായിട്ട് ഒരിടത്ത് കേട്ടു, ബ്രേക്കിംഗ് ന്യൂസ്. എത്ര ബ്രേക്കിംഗ് ന്യൂസ്? എല്ലാവരും അല്ല, ചിലർ ഓരോ മണിക്കൂർ ഇടവിട്ട് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ വരെ ഘടകകക്ഷി ആക്കി, ഒരാളൊരു ഘടകകക്ഷി ആക്കില്ല, വേറൊരാൾ പറഞ്ഞ് മറ്റേ ലീഗിന് അതൃപ്തി, മറ്റേ RSPക്ക് പ്രശ്നം. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ സംസാരിച്ചത്, എല്ലാവർക്കും വേണ്ടിയിട്ട്. മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടിയും മുഴുവൻ UDF നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടും ചുമതലപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ 2 വാചകം. ബാക്കി നമുക്ക് നമ്മൾ എന്നോട് സമീപിക്കുന്നു. ഇതെല്ലാം ഒരു ഉഷാരുടെ സാങ്കല്പികമായ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പാടില്ല. ഇത് മറ്റേത് പറഞ്ഞ മാതിരി ലീഡിങ് ക്വസ്റ്റ്യൻ ഒരു ചോദ്യവും ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചെങ്കിലും